Good morning. Good morning, ma'am. Good morning. ഭയങ്കര വെയിലടിക്കുന്ന സൈഡിൽ. ക്ലിയർ അല്ലേ? കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോ ഞാൻ സമയമില്ല മാറ്റിയൊക്കെ വെച്ച് നോക്കാനായിട്ട്. ഓക്കെ, സോ 1 minute ഇവിടെ വെയിറ്റ് ചെയ്യാം. 10:32 സ്റ്റാർട്ട് ചെയ്യാം. ആരെങ്കിലൊക്കെ ജോയിൻ ആവുമെങ്കിൽ ജോയിൻ ആവട്ടെ. Okay, we will start. Who is doing prayer? Who is ready? ഞാൻ പറയുന്നു. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. So high, you can get over it. So deep, you can get under it. So wide, you can get around it. Oh, wonderful love. Thank you. Okay, then thought of the day and signing. Welcome, wishing. ആരാളെ? ടീച്ചർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ പ്ലീസ്. ഇന്ന് ഏത് വിഷയം? വിഷയം പറഞ്ഞ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ എടുക്കുന്നത് ഏതാന്ന് അറിയാനാണോ? ഓക്കെ, മോഡ്യൂൾ 1 പാർട്ട് 3 യൂണിറ്റ് 1 ആണ് ഞാൻ എടുക്കുന്നത്. മറിയ മോണ്ടിസോറി നമ്മൾ എടുത്തു തുടങ്ങി. കുറച്ച് എടുത്തിട്ടില്ലേ? എന്ത് പറ്റി ദിവ്യ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വരാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലേ? ഓക്കെ, ബിഫോർ ദാറ്റ് എന്തോ ആണോന്ന് എനിക്കറിയില്ല. എന്റേതായ ഒരു ഇതിലാണ്. തെറ്റാണ്, ക്ഷമിക്കണോട്ടെ. എനിക്ക് അറിയാനേ പാടില്ല ചെയ്യാൻ. തെറ്റില്ല, തെറ്റുന്നൊരു കാര്യം നമുക്കില്ല. Okay. Hello, how are you? Good morning. I invite you all to a wonderful class today. First of all, I welcome Jisha ma'am, who is talking our class. I welcome to all. It's signing off Sahaduna Nishad. ഓക്കെ, നല്ല പവർ ഉണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്ക് പലപ്പോഴും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ വരുമ്പോ പ്രീവിയസ് ചാപ്റ്റർ എന്താണ്, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ? സോ അത് നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്കൊരു വീക്ക്ലി കമ്മിറ്റീസിനെ വെക്കാം. ആ കമ്മിറ്റിയില് 2 ക്ലാസ് ലീഡേഴ്സ് ഉണ്ടാവും. എവരിബഡി ഈസ് ലീഡർ, എല്ലാവർക്കും ലീഡ് ചെയ്യാം. ഓരോ ആഴ്ച ഈ 2 പേര് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതാരാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, അവരുടെ ജോലി എന്തെങ്കിലും പ്രോഗ്രാംസ്. ഇപ്പൊ നമുക്ക് ലാസ്റ്റ് വീക്ക് November 14th അങ്ങനെ വന്നപ്പോൾ എല്ലാരും നല്ല രീതിയിൽ പ്രോഗ്രാം, അപർണ മിസ്സായിരുന്നു അതിന്റെ ഒരു ഐഡിയ, നല്ല രീതിയിൽ പ്രോഗ്രാംസ് എല്ലാം ചെയ്തു. പിന്നെ അത് കഴിയുമ്പോൾ അല്ലാതെ എന്തെങ്കിലും പ്രോഗ്രാം, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ആരുടെങ്കിലും ഒരാളുടെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിൽ ഒരു 2-3 minutes ആളെ വിഷ് ചെയ്തിട്ട് എന്തെങ്കിലും ആൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം. പിന്നെ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് മെസ്സേജസ് വരുമല്ലോ, ചിലപ്പോൾ എല്ലാവരും അത് കണ്ടെന്ന് വരില്ല. ചിലപ്പോൾ മോർണിംഗ് നോക്കും, മെസ്സേജ് ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഇടുന്നത്, അപ്പൊ ഉച്ചയ്ക്ക് നോക്കാൻ വിട്ടുപോകും. അങ്ങനെയൊക്കെ അറിയാതെ പോകുന്നുണ്ട് പല മെസ്സേജസും. പിന്നെ ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ടും മെസ്സേജസ് അറിയാതെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ആ 2 ക്ലാസ് ലീഡേഴ്സ്
അത് എല്ലാരെയും ഇൻഫോം ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ അങ്ങനെ എല്ലാരെയും ഇൻഫോം ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഒരു ക്വറി നിങ്ങൾക്കിപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറിയിക്കാൻ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് കിട്ടിയില്ല, പറയാനായിട്ട് കിട്ടിയില്ല, അപ്പൊ ആ 2 പേര് അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കണം. ഓക്കെ, കുറെ പേരുടെ കോള് ചെല്ലുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബെറ്റർ നിങ്ങളുടെ എല്ലാവരുടെയും കൺസേൺ ഒന്നാണെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ വിളിച്ച് എല്ലാവർക്കും വേണ്ടി കോമൺ ആയി പറയുന്നതായിരിക്കാം. കാരണം കുറെ ചെല്ലുമ്പോൾ ഈ ഫോൺ അറ്റൻഡ് ചെയ്യാൻ അങ്ങനെ പല പല വർക്ക് ഉണ്ട്. ഈ പറയുന്ന നമ്മുടെ സ്റ്റാഫിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ടെക്നിക്കൽ സ്റ്റാഫ് ആണെങ്കിലും ശരി, അഡ്മിനിസ്ട്രേഷനിലെ സ്റ്റാഫ് ആണെങ്കിലും ശരി, നമ്മളുടെ വന്നിട്ടുണ്ട്. നവംബർ 2 ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ് വന്നിട്ടില്ല എന്നൊരു പരാതി വന്നിട്ടുണ്ട്. അത് കാണിക്കുന്നില്ല എന്ന്, അത് ഡിലീറ്റ് ആയി പോയെന്നാണ് പറയണത്. ഓക്കെ ഫൈൻ, അത് ഞാൻ സോർട്ട് ചെയ്യാം. ആ പ്രോബ്ലം എനിക്ക് വിട്ടേക്ക്. അത് നമുക്കറിയാലോ, ഇതൊരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ക്ലാസ് ആണ്. പലപ്പോഴും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാകാം. നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് അത്രയും നന്നായിട്ട് തന്നെ അത് ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ സംഹൗ ഇറ്റ് ഹാപ്പൻസ്. ഇനി അത് റിട്രീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം നമ്മൾ ഒന്നുകൂടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. അത് പോരെ? ഓക്കെ അല്ലേ? അപ്പൊ എനിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, അന്ന് നമ്മള് ക്ലാസ്സിൽ എന്തായിരുന്നു എടുത്തതെന്ന് ക്ലാസ്സിൽ വന്നവരൊന്ന് പറയാം. ലൈക്ക് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലൊക്കെ കയറുന്നത്, ഞാൻ പല ക്ലാസ്സിൽ കയറുന്നതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് എനിക്ക് നോട്ട് ചെയ്ത് വെച്ചേക്കണത് ഞാൻ കുറേ ബാക്കിലേക്ക് പോയിട്ട് നോക്കണം. അപ്പം അതൊന്ന് പറയാം. അത് ഏത് ചാപ്റ്ററാന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചാപ്റ്റർ മുഴുവൻ പറയും, അത്രേ ഉള്ളൂ. ഒന്ന് പാഠഭാഗമാണോ റെക്കോർഡാണോ എന്ന് പോലും, റെക്കോർഡിനെ കുറിച്ചാണോ പറഞ്ഞതെന്ന് പോലും ഡൗട്ട് ഉണ്ട് ആ ക്ലാസ്സിൽ. മാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിള്ളേര് നവംബർ 2 എന്ന് പറഞ്ഞ, ഞാൻ കലണ്ടറിലൊക്കെ ഇട്ട് നവംബർ 2 സാറ്റർഡേ വന്നത്, അന്നില്ലല്ലോ. അന്ന് ചിലപ്പോ റെക്കോർഡ് വന്നായിരിക്കും. അപ്പൊ ഒരു വെള്ളിയാഴ്ച, ഏത് ഡേ ആണ്? ഒരു ഫ്രൈഡേ ആയിരുന്നു. നെക്സ്റ്റ് ക്ലാസ് വന്നപ്പോഴാണ് നിങ്ങൾ പറഞ്ഞതാണ് എൻ്റെ ഒരു ഓർമ്മ. നവംബർ 1 ആയിരിക്കും മാഡം. നവംബർ 1 ആയിരുന്നോ? നവംബർ 1 ഫ്രൈഡേ ആയിരുന്നു. യെസ്, നവംബർ 1 ഫ്രൈഡേ ആയിരുന്നു. യെസ്, നമുക്ക് സെക്കൻഡ് റെക്കോർഡഡ് ക്ലാസ് വരുന്നത്. യെസ്, നവംബർ 1 ഞാൻ ക്ലാസ് എടുത്തു. അന്ന് ആരായിരുന്നു? കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? സർവേയുടെ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, സർവേയുടെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അതിടാം. നമ്മളന്ന് എടുത്ത ടോപ്പിക്, ആ ടോപ്പിക് ഞാനിപ്പോ പറയാം. ഇത് റെക്കോർഡിക്കലി പോകുന്നതാണ്. ടോപ്പിക് ഏതാന്ന് എനിക്ക് ഓർമ്മയുണ്ടാവും. നവംബർ 1 അല്ലേ? ശരിയാ, കുറെ പേരൊക്കെ റെക്കോർഡഡ് ക്ലാസ്സാ കാണുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണ് അന്ന് എടുത്തത്, ശരിയല്ലേ? അപ്പൊ എഡ്യൂക്കേഷണൽ അത് എന്തായാലും എനിക്ക് തോന്നുന്നു അതൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നു ആ ക്ലാസ് ഡിലീറ്റ് ആയത്. കാരണം എഡ്യൂക്കേഷണൽ സൈക്കോളജി നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒന്നുകൂടെ പറയുന്നു, അത്രേ ഉള്ളൂ. സോ എഡ്യൂക്കേഷണൽ സൈക്കോളജി പറയാം നമുക്ക്. ഇന്ന് വേണോ അതോ നെക്സ്റ്റ് ക്ലാസ്സിൽ വേണോ? പറഞ്ഞോളൂ. എഡ്യൂക്കേഷണൽ സൈക്കോളജി അന്നുകൊണ്ട് നമ്മൾ തീർന്നിട്ടില്ല. 5th എഡ്യൂക്കേഷണൽ സൈക്കോളജി ആയിരുന്നു. 11th എഡ്യൂക്കേഷണൽ സൈക്കോളജി ആയിരുന്നു. പിന്നെ ഇന്നല്ലേ വരുന്നത് ക്ലാസ്? അല്ല, ഇന്നല്ലോ. പിന്നെ ഇന്നാണെന്ന് തോന്നുന്നു അല്ലേ ക്ലാസ്? 15 ആ 11th ആയപ്പോഴേക്കും നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി തീർത്ത് 15th മറിയ മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നുള്ള ഫുൾ ടോപ്പിക് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് അല്ലെ? ഒരു ക്ലാസ് നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒന്ന് റിവിഷൻ പോലെ എടുക്കാം. സോ ആ ഡിലീറ്റഡ് എന്നുള്ളത് നമ്മുടെ മനസ്സിലേ ഇല്ല, അതും നമ്മുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റഡ് ആയി. ഓക്കെ അല്ലേ? അപ്പൊ അത് മതിയോ? അത് ഇന്നെടുക്കണോ? എന്താ വേണ്ടേ പറയും? എന്നാണെങ്കിലും ഞങ്ങൾ റെഡിയാണ് മാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും നല്ലത്. അപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ പാർട്ട് നിങ്ങളൊന്ന് വായിച്ചിട്ട് വന്നാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഫുൾ ചാപ്റ്റർ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം.
അപ്പോ അത് നെക്സ്റ്റ് നിങ്ങളുടെ ക്ലാസ് എന്നാ വരുന്നത്? ഫ്രൈഡേ ആണോ? നെക്സ്റ്റ് ഫ്രൈഡേ അല്ലേ വരുന്നത് ക്ലാസ്? ഇന്നിപ്പോ ട്യൂസ്ഡേ അല്ലേ? അതെ മാം. അപ്പൊ ഫ്രൈഡേ നമുക്ക് അന്ന് പോയ ടോപ്പിക് മാത്രമല്ല ആ ചാപ്റ്റർ കംപ്ലീറ്റ് ഒന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് മറിയ മോണ്ടിസോറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. കാരണം നമ്മൾ പ്യുവർലി മോണ്ടിസോറി മെത്തേഡിലേക്ക് ആയിക്കൊണ്ടിരിക്കുക. സോ യു പീപ്പിൾ ആർ ഓൺ ദ വേ ടു ബിക്കം ഫെസിലിറ്റേറ്റേഴ്സ്. ഓക്കെ, റെക്കോർഡ് റൈറ്റിംഗ് ഒക്കെ എവിടം വരെയായി? പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പുരോഗമനം മുന്നോട്ട് പോട്ടെ. ഫസ്റ്റത്തെ കംപ്ലീറ്റ് ചെയ്ത് മിസ്, രണ്ടാമത്തെ റഫായിട്ട് എഴുതിക്കൊണ്ടിരിക്കണം. ആ, ഓക്കെ. ഇത് കഴിയുമ്പോ ഞങ്ങൾ കവയത്രിയൊക്കെ ആകും. ഇത് കഴിയുമ്പോ ഞങ്ങൾ വല്ല കവയത്രിയൊക്കെ ആകുന്നു. ആവണമല്ലോ, അതിന് വേണ്ടിയിട്ടല്ലേ. പിന്നെ നമ്മളുടെ ചിന്തകളൊക്കെ മാറും. ആകെ മൂളിപ്പാട്ടായിരിക്കും ലൈഫിൽ മുഴുവനും. അപ്പൊ പിന്നെ നല്ല രസമായിരിക്കുമല്ലോ. വീട്ടിലുള്ളവര് വിചാരിക്കും എന്ത് പറ്റി, റിലേ പോയോ? ആ ഒരു വ്യത്യാസം വരും ലൈഫിൽ. അത് നല്ലൊരു വ്യത്യാസം വരും. നമുക്ക് എന്ത് കണ്ടാലും അതിനെപ്പറ്റി എഴുതാൻ തോന്നും. അതാണ് ഒരു ഡിഫറൻസ്. മാം, പിള്ളേര് കളിയാക്കി തുടങ്ങി. അത് പറയില്ല, അത് പോസിറ്റീവായിട്ട് എടുക്കണം. അല്ലെങ്കിൽ അവരോട് തന്നെ എഴുതാൻ പറയണം. നോട്ട്സ് കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ മറിയ മോണ്ടിസോറി കുറിച്ചാണെന്നല്ലേ പറഞ്ഞത്. സോ എനിത്തിങ് യു വിഷ് ടു ഷെയർ? ആ, മറ്റേ കമ്മിറ്റി അതൊന്നുകൂടെ പറയാം. 2 പേര് സെലക്ട് ചെയ്യണം. എല്ലാ ആഴ്ചയും മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഈ 2 പേര് തന്നെ റിപ്പീറ്റ് ചെയ്യരുത്. കാരണം എല്ലാവരും ഇതാവണം. 2 ക്ലാസ് ലീഡേഴ്സ് അവരുടെ ജോലി ഈ വരുന്ന മെസ്സേജസ് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറിയിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാം എന്നുള്ളത് ഈ 2 പേര് ആലോചിച്ച് മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാൻ ലാംഗ്വേജ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇംഗ്ലീഷിൽ, അല്ലെ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ്സസും കിട്ടുന്നുണ്ട്. സോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇംഗ്ലീഷിൽ നല്ലതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഗ്രാമർ, വൊക്കാബുലറി അതൊക്കെ പുറത്ത് വെച്ചിട്ട് നമ്മൾ സിമ്പിൾ ഇംഗ്ലീഷ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ എന്തെങ്കിലും പ്രോഗ്രാം ആരുടെയും ബർത്ത്ഡേ വരുവാണെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും എന്ത് മെസ്സേജ് ക്ലാസ് റൂമിൽ വന്നാലും, ഇപ്പൊ ഒരു മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ എല്ലാരെയും ഇൻഫോം ചെയ്യാം. ചിലർ അറിയാതെ പോകുന്നുണ്ടാവും, ഇൻഫോം ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും അത് അറ്റൻഡ് ചെയ്യാൻ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അസൈൻമെന്റ്, ആക്ടിവിറ്റി ഇതെല്ലാം നോക്കുക. റെക്കോർഡ് റൈറ്റിംഗ്, കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടെങ്കിൽ എല്ലാരെയും ഇൻഫോം ചെയ്യുക. നെക്സ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് എഴുതുമ്പോൾ നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല. കാരണം ഇത് അവനവന്റെ ക്രിയേറ്റിവിറ്റിയാ. കോപ്പി ക്യാറ്റ് എന്നൊരു പരിപാടിയില്ല. നമുക്ക് എന്താണോ തോന്നുന്നത്, നമ്മുടെ ഫീലിങ്സ് നമുക്ക് വരുന്ന ഫീലിങ്സ് പോലെ ആവില്ലല്ലോ വേറൊരാളുടെ ഫീലിങ്സ്. ആ ഫീലിങ്സിൽ നിന്നാണ് നമ്മൾ പലതും എഴുതുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ എന്തൊക്കെയാണോ അവരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത് അത് അവര് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തോളൂ. ഇന്നിപ്പോ ട്യൂസ്ഡേ ആയി. സോ ഈ വീക്കിലേക്കുള്ള 2 പേരെ തീരുമാനിക്കുക. നെക്സ്റ്റ് വീക്ക് ആവുമ്പോൾ 2 പേര് മുന്നോട്ട് വന്നാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ യു പീപ്പിൾ ക്യാൻ സജസ്റ്റ് എനി ടു. വൺസ് ആയവർക്ക് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഇങ്ങനെ ലീഡർ ആയിക്കഴിഞ്ഞാല് ഇതുപോലെ ഇൻഫർമേഷൻസ് ഏത് രീതിയിലാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്? ഇതുപോലെ ലൈവ് ക്ലാസ് വരുമ്പോഴാണോ, ഗ്രൂപ്പിലാണോ? നിങ്ങൾക്ക് തമ്മിൽ ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലാണ് മിക്ക പിള്ളേരും നമ്മളോട് സംശയം ചോദിക്കണേ. അപ്പൊ നമ്മൾ ഒപ്പം കൊടുക്കണ്ട്. അതെ അല്ലെ, ഓക്കെ. പിന്നെ ഈ ചിലപ്പോ ക്ലാസ് ലീഡേഴ്സിന് ചിലപ്പോ എവറി ടൈം റീച്ച് ചെയ്യാൻ പറ്റില്ല പല മെസ്സേജും. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ടിങ് ഗ്രൂപ്പായിട്ട് ബാക്കിയുള്ളവർ നിൽക്കണം കേട്ടോ. സോ അങ്ങനെ വരുമ്പോ ഞാൻ ആഡ് അല്ല ഗ്രൂപ്പിൽ, ആർക്കും എന്തോ മീൻസ് ആഡ് അല്ല എന്ന് പറയുന്നുണ്ട്. സോ ജസ്റ്റ് സോർട്ട് ഔട്ട് ദിസ്. സോ നമുക്ക് മറിയ മോണ്ടിസോറിയിലേക്ക് പോവാം. മാം, ആ ഗ്രൂപ്പിലുള്ള കുറച്ച് പേരൊക്കെ നല്ല ആക്റ്റീവാണ്. എന്തെങ്കിലുമൊക്കെ എന്താണ് മാം പറഞ്ഞതാണെങ്കിലും അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവര് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ മാം. ഓക്കെ, അപ്പൊ പിന്നെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഈ ലീഡിംഗ് എന്നുള്ളത് എല്ലാവരിലേക്കും വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് എവറി വീക്ക് എല്ലാവർക്കും അത് മനസ്സിലാവുമല്ലോ. ആ ഗ്രൂപ്പിൽ ബൈ ചാൻസ് ആരെങ്കിലും ആഡ് അല്ല എന്നുണ്ടെങ്കിൽ അതില് ഗ്രൂപ്പ് അഡ്മിൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ജസ്റ്റ് ആ നമ്പർ പറയൂ, അങ്ങനെ എന്തെങ്കിലും പേര് പറയൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതിൽ ആഡ് ചെയ്യും മാം. അതെ അതെ അതെ,
അപ്പൊ നമ്മൾ എവിടെയായിരുന്നു? മാം സർവേണ്ടത് മാം ആ ക്വസ്റ്റ്യൻസ് ക്ലാസ് റൂമിൽ ഇട്ടില്ലല്ലോ ഇതുവരെ. ഇട്ടിട്ടില്ല. അതൊന്ന് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്ക് വേർഡ് ആയിട്ടൊന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻ ചേർക്കണമെങ്കിൽ ചേർക്കാം, ഏതെങ്കിലും വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ റിമൂവ് ചെയ്യാം. പിന്നെ ജനറൽ ആയിട്ട് ഒരു കാര്യം കൂടെ അതിനകത്ത് പറഞ്ഞിരുന്നില്ല, അതിനകത്ത് ഞാൻ എസ് ഓർ നോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ ക്ലാസ്സിൽ കാണുമെന്ന് പറഞ്ഞില്ല. ആരുടെ ഒരു സജഷൻ ഉണ്ടായിരുന്നു, സം ടൈംസ്, ഇടയ്ക്കൊക്കെ അങ്ങനെ വരാലോ. എപ്പോഴും എസ്സും എപ്പോഴും നോവും അല്ലല്ലോ. അപ്പൊ അങ്ങനെ ആരും ഈ ക്ലാസ്സിൽ നിന്നാണോ എന്ന് എനിക്കറിയില്ല, ഒരു സജഷൻ വന്നു, അങ്ങനെയും കൂടി ഒരു ഓപ്ഷൻ തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ അതും കൂടി ഇട്ടിട്ട് ഞാൻ അത് തരാം. സോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ശരിയെല്ലാം തോന്നുവാണെങ്കിൽ അത് കുറച്ചുകൂടെ നന്നാക്കാം. ഏതെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. സാധുവിനെയാ തോന്നുന്നത് ഏത് സംടൈംസ് അങ്ങനെ. ഓക്കെ, സോ നമ്മൾ പറയാം മോണ്ടിസോറി ആയിരുന്നു. എവിടം വരെയാണെന്ന് ഒന്ന് പറയാമോ എടുത്തത്? മരിയ മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ, അവിടെ വരെയാണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, ഒബ്സർവേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. 2 പോയിന്റ് ആരോ വായിച്ചു, ബാക്കി വായിച്ചില്ല എന്ന് തോന്നുന്നേ. നമുക്ക് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഇതല്ലല്ലോ, ഇതിനു മുമ്പല്ലേ? നമ്മൾ അവരുടെ കുറച്ച് ലൈഫ് ഹിസ്റ്ററി പറഞ്ഞു, അവരുടെ ജീവിതകാലം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തുകൊണ്ട് അവർക്കിത് തോന്നി എന്നുള്ളത്, 2 വേൾഡ് വാർ അവർ കണ്ട് അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ വന്ന് മനസ്സിലായി, അവർ ഭയങ്കര വിഷമിച്ചു പോയി. ആ ഒരു ടൈമിലാണ് അവരിങ്ങനെ ഒരു കാര്യം അഡൾട്ട്സിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ അവരിൽ മാറ്റം വരുത്തില്ല, അവരിൽ ഭയങ്കര കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. പക്ഷെ കുട്ടികളിൽ തുടക്കത്തിൽ ഈ കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാറ്റിമറിക്കാനായിട്ട് പറ്റും എന്നുള്ള രീതിയിലാണ്. അതെല്ലാരും തന്നെ പറഞ്ഞല്ലേ, APJ പറഞ്ഞിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എല്ലാ ലെജൻസും പറഞ്ഞിട്ടുണ്ട്. കുട്ടികളിലാണ് ഭാവി ഇരിക്കുന്നത് ഒരു വേൾഡിന്റെ ഫ്യൂച്ചർ. ഓക്കെ ഫൈൻ. സോ നമുക്ക് 5 പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് എല്ലാവർക്കും വായിക്കാനുള്ള ഒരു ചാൻസ് വേണമല്ലോ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഒരാൾ വായിക്കുക, സെക്കൻഡ് ഒരാൾ വായിക്കുക, 3ഉം 4ഉം ഒരാൾക്ക് വായിക്കാം, 5th ഒരാൾക്ക് വായിക്കുക. അപ്പൊ 4 പേർക്ക് ചാൻസ് കിട്ടും വായിക്കാനായിട്ട്. സോ പ്ലീസ്, ഫസ്റ്റ് പോയിന്റ്. The adult procreates while the child creates. The child uses the environment to perfect himself while the adult uses himself to perfect the environment. The adult is no longer developing. He has reached the top of the species, but the child interacts with the environment and absorbs impressions for his physics development. ഇപ്പൊ നമ്മള് പറയുന്നത് വലിയ ആൾക്കാർ അവരെപ്പോഴും പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കാൻ അതിനെ പറ്റി ചിന്തിക്കില്ല. എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ചെയ്യും, അല്ലെ? അത് എന്ത് കാര്യങ്ങളിലാണെങ്കിലും അവര് ക്രിയേറ്റീവായിട്ട് അവർക്ക് കുറവായിരിക്കും. പക്ഷെ കുട്ടിക്ക് എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കും. അത് പുതിയതായിട്ട് എന്തെങ്കിലും അതിൽ ചെയ്യാനോ അങ്ങനെയൊന്നും. ചില ഷെഫുമാരെ കണ്ടിട്ടില്ലേ, അവർക്ക് അവരുടേതായ ഒരു ടച്ച് എപ്പോഴും അവരുടെ ഒരു ഡിഷിലുണ്ടാവും. നമ്മൾക്ക് ടേസ്റ്റ് ചെയ്താൽ പോലും മനസ്സിലാവില്ല ഇതെന്താ ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഉള്ളതെന്ന് മനസ്സിലാവില്ല. അപ്പൊ ചില ആളുകൾ അങ്ങനെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യും. ചിലരൊരു ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അത് അങ്ങനെ തന്നെ ഇടുന്നതിന് പകരം അവരുടേതായിട്ടുള്ള ഒരു ടച്ചൊക്കെ അതിനകത്ത് ചെയ്യും. നമ്മളുടെ ബാച്ചിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ബ്ലൂ സൽവാർ വാങ്ങി. അതിനിങ്ങനെ എന്ത് കോളറാന്ന് എനിക്ക് ചൈനീസ് കോളർ ആണോ മെൻഡാരൻ കോളർ ആണോ എന്നറിയില്ല, ഇങ്ങനെ കോളർ ഇങ്ങനെ പതിഞ്ഞ് സൈഡിലേക്ക് ഇരിക്കില്ലേ, ചില ഫ്രോക്കിനെ കണ്ടിട്ടില്ലേ? അതില് കംപ്ലീറ്റ് നല്ല ബ്രൈറ്റ് റോയൽ ബ്ലൂ ആയിരുന്നു, കംപ്ലീറ്റ് മിറർ വർക്ക് ചെയ്തു. മിറർ വർക്ക് ചെയ്തിട്ട് നല്ല ഈ എംബ്രോയിഡറി ത്രെഡ് ഉണ്ടല്ലോ, നല്ല നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ്, ആ ത്രെഡ് കൊണ്ട് അതിനെ സെക്യൂർ ചെയ്തു. അപ്പൊ അതൊരു നല്ലൊരു ഭംഗിയായി കുറച്ചുകൂടെ. മിററിന്റെ സൈഡ്സ് എല്ലാം ആ ത്രെഡ് കൊണ്ട് സെക്യൂർ ചെയ്ത് കഴിഞ്ഞപ്പോഴും മിറർ അവിടെ സെക്യൂർ ആയിട്ട് ഇരിക്കുകയും ചെയ്തു. അത് അതിനൊരു പ്രത്യേക ഭംഗി കൊടുത്തു. ചിലർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലേ, ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൺസ് ഒരു ഡ്രസ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്ത് വേറെ ആക്കി ഇടും. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേയൊക്കെ അതിനകത്ത് ഈ ക്രിയേറ്റിവിറ്റി ചെയ്യുന്ന ആളുകളുണ്ട്. സോ അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾ എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കും, ക്രിയേറ്റീവ് തിങ്കിങ് അവർക്ക് കൂടുതലായിരിക്കും.
അവര് മാക്സിമം എൻവയോൺമെന്റിൽ നിന്ന് എന്തൊക്കെയുണ്ടോ അതെല്ലാം അവർ യൂസ് ചെയ്യും, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നോക്കും. അഡൾട്ട് എപ്പോഴും അവർക്ക് വേണ്ടി എൻവയോൺമെന്റ് റെഡിയാക്കാനേ നോക്കുള്ളൂ. കുട്ടികൾ എൻവയോൺമെന്റിലുള്ളതെല്ലാം യൂസ് ചെയ്ത് അവനെ പെർഫെക്റ്റ് ആക്കാനും നോക്കും. അഡൾട്ട് അവർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് എൻവയോൺമെന്റിൽ മാറ്റുന്നു. ഓക്കെ, അപ്പൊ അവിടെ അഡൾട്ടിന് ഡെവലപ്മെന്റ് ഒന്നും നടക്കുന്നില്ല. പക്ഷെ കുട്ടി ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടും ഇങ്ങനെ കൂടുതൽ എൻവയോൺമെന്റിനെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ ഡെവലപ്പ് ചെയ്യുന്നു. അവൻ അതിന്റെ ഒരു ഹൈ ലെവലിൽ ഒരു പീക്കിലെത്തുന്നു, എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. പിന്നെ മറിയം മോണ്ടിസോറി പറയുന്നത് കുട്ടികൾക്ക് അബ്സോർബന്റ് മൈൻഡ് ആണെന്ന്, ഒരു സ്പഞ്ച് പോലെ. അതായത് വെള്ളത്തിൽ ഒരു സ്പഞ്ച് ഇട്ട് കഴിഞ്ഞാൽ അത് വെള്ളം മുഴുവൻ അബ്സോർബ് ചെയ്യുന്ന പോലെ കുട്ടികളെല്ലാം പിടിച്ചെടുക്കും. അപ്പോൾ നല്ലതും പിടിച്ചെടുക്കും, നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വന്നാലും നമ്മൾ അറിയാതെ എന്തെങ്കിലും നമ്മൾ ഷൗട്ട് ചെയ്യുമ്പോൾ ആ വേർഡ്, നമ്മളിപ്പോ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് നമ്മൾ ഷൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരോടെങ്കിലും ഫോണിലൂടെ എന്തെങ്കിലും പറയുന്നത് എല്ലാം ഇവര് പിടിച്ചെടുക്കുക. അങ്ങനത്തെ ഒരു അബ്സോർബൻ മൈൻഡാണ്. അവരുടെ ഒരു ഇംപ്രഷൻ പോലെ വീഴും, കേൾക്കുന്നതും കാണുന്നതും ഒക്കെ അങ്ങ് പെട്ടെന്ന് രജിസ്റ്റർ ആവും. അത് അവന്റെ സൈക്കിക് ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റിന് ചേഞ്ചസ് വരുത്തും. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ്. The aim of the child's work is not an external one, but of an internal one. That is for self-construction. An adult works to finish an activity and the child works in order to grow. Through work, he develops concentration, motor development, work habit, and more importantly, his self-concept. Okay. സെൽഫ് കൺസ്ട്രക്ഷൻ, അവനവനെ തന്നെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നു. ആ രീതിയിലാണ് കുട്ടിയുടെ ആക്ടിവിറ്റീസ്. അവർ കൈ മൂവ് ചെയ്യുന്നു, കാല് മൂവ് ചെയ്യുന്നു, അവരുടെ ബോഡി മൂവ്മെന്റ് ചെയ്യുന്നു, കോൺസെൻട്രേഷൻ, കണ്ണിന്റെ മൂവ്മെന്റ്സ്, അങ്ങനെ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ എല്ലാം നടക്കും. അത് അവരുടെ തന്നെ ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ ആണ്. അതായത് സെൽഫായിട്ട് അവർ ഡെവലപ്പ് ആകുന്നു, ഓട്ടോ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പോലെ. പിന്നെ വലിയ ആൾക്കാർ എന്താ എത്രയും പെട്ടെന്ന് ജോലി തീർക്കുക, ആ ഒരു രീതിയിലായിരിക്കും അവരെ എയിം ചെയ്യുന്നത്. ബട്ട് കുട്ടി അവിടെ ടൈമിനെ പറ്റി ബോധേഡല്ല. അവൻ അവൻ്റെതായ ഒരു ടൈം അങ്ങ് സെറ്റ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുന്നു. സംടൈംസ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്താലും ഒരു ഗെയിം, ഒരു കളി കളിക്കുക. പലപ്പോഴും കണ്ടിട്ടില്ലേ കുട്ടികള് നമ്മളുമായിട്ടിരുന്ന ഇൻഡോർ ഗെയിംസോ അല്ലെങ്കിൽ ഔട്ട്ഡോർ ഗെയിംസോ ആണെങ്കിലും നമ്മളൊരു സർട്ടൺ ടൈം കഴിയുമ്പോഴേക്കും നമുക്ക് മതിയാവും. പക്ഷെ അവർ വീണ്ടും വീണ്ടും കളിക്കാനായിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോകും അല്ലെ. അത് ഇൻഡോർ ഗെയിം ആണെങ്കിലും ശരി, ഔട്ട്ഡോർ ഗെയിം ആണെങ്കിലും ശരി. അങ്ങനെ അവർക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ട്, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഗെയിം ആണെങ്കിൽ അവർ റിപ്പീറ്റ് ചെയ്യും. അത് ഗെയിം മാത്രമല്ല, എന്ത് കാര്യവും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അവര് റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ കോൺസെൻട്രേഷൻ കൂടുന്നു, അവരെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ, അവരുടെ മോട്ടോർ ഡെവലപ്മെന്റ് കൂടുന്നു. അങ്ങനെ അവൻ ഓരോന്നിനെ കുറിച്ചും ഒരു കൺസെപ്റ്റ് അവന്റെ ബിൽഡ് ചെയ്യുവാണ്. ഇപ്പോ ഒരു ഡോള് വെച്ച് കളിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടോയ് കാറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കളിക്കുമ്പോൾ അവനിൽ അതിൻ്റെതായ ഒരു കൺസെപ്റ്റ് ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് 3 and 4 ആരെങ്കിലും അയച്ചു. The child is more interested in the process of work, while the adult is more interested in results. The child follows a law of maximum effort. To grow, he must do it himself, and no one can do it for him. In fact, every assistance given to a child arrested development. ചൈൽഡ് വർക്കിന്റെ പ്രോസസ്, അവൻ ആ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ ഭയങ്കര മുഴുകിയിരിക്കും, ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. പക്ഷെ ഒരു പ്രായമായ ആള് ആ വർക്ക് ഫിനിഷ് ചെയ്യാന്നുള്ള രീതിയിൽ അത് ധൃതി പിടിച്ച് പെട്ടെന്ന് അവരതങ്ങ് ചെയ്തു തീർക്കുക. അവർക്കത് ഫിനിഷ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫിനിഷ് ചെയ്യുന്നു. അതിനകത്ത് വലിയ എൻജോയ് ചെയ്ത് അങ്ങനെ കുറെ സമയം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലൊന്നും അഡൾട്ട് മൂവ് ചെയ്യില്ല, കുട്ടി അങ്ങനെ ചെയ്യും. അഡൾട്ടിന് എപ്പോഴും റിസൾട്ടിലാണ് താല്പര്യം, കുട്ടിക്ക് ആ പ്രോസസ്സിലായിരിക്കും താല്പര്യം ഉണ്ടാകുക. പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ആരെങ്കിലും അവനെ ഹെൽപ്പ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവന്റെ ഡെവലപ്മെന്റിനെ അറസ്റ്റ് ചെയ്യും, പക്ഷെ തടസ്സപ്പെടുത്തും. അതാണ് പറയുന്നത്, അവർ തന്നെ ചെയ്യട്ടെ. നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവർ പറയുന്നേക്കാം, കുട്ടികൾ തന്നെ ചെയ്യട്ടെ, അവരെ എടുക്കല്ലേ, അവരെ ഇരുത്തു, അല്ലെങ്കിൽ കിടക്കണ പ്രായമാണെങ്കിൽ കിടന്ന് കളിക്കട്ടെ, എന്നാലേ അവർ വളരുള്ളൂ എന്നൊക്കെ പ്രായമായ ആൾക്കാർ പറയില്ലേ. സോ ദാറ്റ് ഇസ് ഡെവലപ്മെന്റ്. അത്
നമ്മളൊരു അസിസ്റ്റൻസ് കൊടുക്കുമ്പോൾ അത് അറസ്റ്റഡ് ആയി പോവുകയാണ്. ഭക്ഷണം കഴിക്കാൻ അവരെപ്പോഴും ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് നോക്കും. ബട്ട് നമ്മൾ അതിന് പലപ്പോഴും എന്താ പറയാ, നമ്മള് വേഗം തീർക്കാൻ അല്ലെങ്കിൽ കുട്ടി ഭക്ഷണം കൂടുതൽ കഴിക്കാൻ അങ്ങനെയൊക്കെ നമ്മൾ തന്നെ ചെയ്യും. അവർക്ക് ഇങ്ങനെ ഈ നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വന്ന് വരുമ്പോ ഇലയിട്ടൊക്കെ നമ്മൾ സദ്യയൊക്കെ കഴിക്കുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര താല്പര്യം, ഇവർക്കും ഒരു ഇല വേണം. പകുതിയും താഴെ പോവും, കുറച്ചൊക്കെ അവരുടെ വായിൽ പോവും, പിന്നെ കുറച്ചു നേരം അതുകൊണ്ട് കളിക്കും, അങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. ബട്ട് എന്നാലും മിക്കവരും അവർക്ക് അതിനൊരു ചാൻസ് കൊടുക്കുന്ന കാണാല്ലേ. സോ അതൊക്കെ അവരുടെ ഡെവലപ്മെന്റിന് പറ്റുന്നത് തന്നെയാണ്. പിന്നെ എല്ലാം തന്നെ ചെയ്യാനായിട്ട് നോക്കും, ഷൂ ഇടുന്നത് തന്നെ ഇടാനായിട്ട് നോക്കും. പലപ്പോഴും ലെഫ്റ്റും റൈറ്റും ഒക്കെ മാറിപ്പോവെങ്കിലും തന്നെ ഇടാൻ നോക്കും. പിന്നെ ഡ്രസ്സ് തന്നെ ഊരി മാറ്റാനായിട്ടൊക്കെ അവര് തന്നെ ശ്രമിക്കും. അതൊക്കെ അവരുടെ ഡെവലപ്മെന്റിന്റെ ഓരോരോ ഭാഗങ്ങളാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഇവരുടെ ഓരോ വർക്കിനും ഒരു റിഥം ഉണ്ടെന്ന് പറയുന്നത്, ഒരു താളം. 5th പോയിന്റ് ആരോ കീർത്തനം വായിക്കുന്നതിന്റെ ഒപ്പം ആരുടെയോ സൗണ്ട് ഒന്നും ഞാൻ കണ്ടില്ല, ആരാന്ന് വായിച്ചു. Ma'am. The rhythm of the child's work is different from that of the adult. A child of about 3.5 years who wants to work with the 10 cubes of pink tower on a rug would make 10 separate trips all across the room. An adult would never act in that way. The child does not hurry as we do towards the end. By following rhythm, the child is able to perfect himself. ഓക്കെ, ആക്ച്വലി അവിടെ ഒരു പിങ്ക് ടവറിന്റെ കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഈ മോണ്ടിസോറി മെത്തേഡ് മോണ്ടിസോറി ഡിസൈൻ ചെയ്തപ്പോ അതിന് വേണ്ടിയിട്ട് ആക്ടിവിറ്റീസ്, കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് വളരെ സൂക്ഷ്മമായി പല മെറ്റീരിയൽസും മോണ്ടിസോറി ഡിസൈൻ ചെയ്തിരുന്നു. അതിലൊന്നാണ് പിങ്ക് ടവർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നി ഈ ക്ലാസ്സിൽ തന്നെ ഞാനത് പറഞ്ഞു തോന്നുന്നു, ആരോ എന്നിട്ട് അതിന്റെ പിക്ചറൊക്കെ ഷെയർ ചെയ്തായിരുന്നു അല്ലെ. അതെടുത്തിട്ട് നമുക്ക് പിങ്ക് ടവർ കിട്ടിയിട്ടില്ല, അത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പിങ്ക് ടവർ 10 ക്യൂബ്സ് ആണ്. ക്യൂബ്സ് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ അത് കളിക്കുന്ന മാജിക് ക്യൂബ്സ് ഇല്ലേ, റുബിക്സ് ക്യൂബ്, ആ ഒരു ഷേപ്പിൽ, അതായത് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സൈഡ്സ് ഉള്ള ക്വാഡ്രിലേറ്റർ ആണ്. 4 സൈഡുള്ള ക്വാഡ്രിലേറ്റർ ആണ് 4 സൈഡ് എന്ന് പറയുന്നത്. 4 സൈഡുള്ള പോളിഗൺ ആണ് സ്ക്വയർ എന്ന് പറയുന്നത്. ഈ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും, അതൊക്കെ അറിയാലോ. അപ്പോ അതിന്റെ അത് 2D വേർഷൻ ആണ്, 2 ഡയമെൻഷണൽ. അതിന്റെ 3 ഡയമെൻഷനിലാണ് ഈ ക്യൂബ് എന്ന് പറയുന്നത്. എല്ലാ സൈഡ്സും അതൊരു ബ്ലോക്കാ, എല്ലാ സൈഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെ 10 ക്യൂബ്സ് വരുന്നതാണ് ഒരു പിങ്ക് ടവർ എന്ന് പറയുന്നത്. പിങ്ക് കളർ ആയിരിക്കും, നല്ല അട്രാക്റ്റീവ് പിങ്ക് കളർ ആയിരിക്കും. പിന്നെ ഓരോ ക്യൂബിന്റെയും ഡയമെൻഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കും. 1 സെന്റിമീറ്ററിന്റെ വേരിയേഷൻ. ഏറ്റവും ചെറുത് 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഏറ്റവും വലുത് 10 സെന്റിമീറ്റർ. അങ്ങനെ 1, 2, 3, 4 അങ്ങനെയായിരിക്കും അതിന്റെ ലെങ്ത്തിന്റെ വേരിയേഷൻസ്. അപ്പൊ ഇത് എല്ലാം സ്പ്ലിറ്റഡ് എന്നുവെച്ചാൽ ഒട്ടിച്ചൊന്നും വെച്ചിരിക്കുന്നതല്ല. അപ്പൊ ഈ ക്യൂബ് ഒന്നിന്റെ മുകളിൽ ഒന്നാക്കി വെച്ച് ഒരു ടവർ പോലെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ കുട്ടികൾക്ക് അറിയില്ലല്ലോ, അവർക്ക് 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ അങ്ങനെയൊന്നും അവർക്ക് അറിയില്ല. അപ്പൊ അവരിത് ചിലപ്പോ വെച്ച് തുടങ്ങുമ്പോഴേക്കും ചിലപ്പോ ചെറുതിന്റെ മുകളിൽ വലുത് വെച്ച് അങ്ങനെ ഇങ്ങനെ പോകുമ്പോ സംഭവം ബാലൻസ് തെറ്റി വീഴാം, കാണുമ്പോൾ അവർക്ക് അത് രസമായിട്ട് തോന്നില്ല. അപ്പൊ അവര് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഒരു സെയിം ആക്ടിവിറ്റി. ഇത് നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് വേറൊരു ടോയ് വാങ്ങിച്ചു കൊടുക്കും, ഇങ്ങനെ റിങ് ഉള്ളത്. അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്റെ ഒരു ഓർമ്മ. റിങ് ഉള്ളൊരു ടോയ് വാങ്ങിച്ചു കൊടുക്കും. ഒരു കുറെ റിങ്സ് ഉണ്ടായിരിക്കും. അത് ഓരോ റിങ്ങിന്റെയും ഡയമീറ്റർ ഓരോന്നാണ്, ചെറുത് തുടങ്ങി വലുത് വരെയുണ്ട്. അപ്പൊ നമ്മൾ ഈ റിങ് ഇടുന്നത് ഒരു സ്തൂപം പോലത്തെ ഒരു പില്ലർ പോലത്തെ ഒരു സാധനമാണ്. ഈ പില്ലറിന്റെ താഴെ ഒരു ബേസ് ഉണ്ട്. അപ്പൊ ഏറ്റവും വലുതാണ് ആദ്യം ഇടേണ്ടത്. അങ്ങനെ ഇട്ടിട്ട് അപ്പൊ ഈ പില്ലറിന് ഇങ്ങനെയാണ് ഷേപ്പ് പോകുന്നത്. താഴെ ഏരിയ കൂടുതലായിരിക്കും, മുകളിലേക്ക് ചെല്ലുന്നതോറും അതങ്ങനെ കോർത്ത് വരും, പോയിന്റഡ് ആയിട്ട് വരും. അപ്പൊ ഏറ്റവും ചെറുത് മുകളിലിട്ടാലാണ് അത് കറക്റ്റ്, അത് കാണുമ്പോൾ ഒരു ഭംഗിയുള്ളപ്പോ. പിന്നെ അതുമല്ല കളർഫുള്ളാ, പല പല കളറായി റിങ്ങിന്. ബ്രൈറ്റ് ആണ്, കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോ ഇവര് ഓരോന്ന് ഇട്ട് നോക്കുമ്പോൾ ചെറുതാണ് താഴെ വരുന്നെങ്കിൽ മുകളിലെത്തുമ്പോഴേക്കും ഒരെണ്ണം 1, 2 ഇടാനുള്ള സ്ഥലം കിട്ടില്ല. കാരണം ചെറുത് താഴേക്ക് അങ്ങനെ അങ്ങ് പോവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ഓർഡറിൽ ചെന്നാലേ കറക്റ്റ് അതിന്റെ അളവിൽ തന്നെ റിങ് ഇടുള്ളൂ. അതെല്ലാരും കണ്ടിട്ടുള്ളതാന്ന് തോന്നുന്നു ആ റിങ് അല്ലേ.
അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ പിങ്ക് ടവറിന്റെ കേസും. അപ്പൊ ഈ പിങ്ക് ടവർ ഇവര് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവര് വലിയ കുട്ടികളായിട്ട് 6 വയസ്സൊക്കെ ആയിട്ടാണല്ലോ മോണ്ടിസോറി ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിന്റെ അതേ ഷേപ്പിലുള്ള പലതും അവർക്ക് പുറത്ത് കാണാനായിട്ട് പറ്റും. ഈജിപ്ഷ്യൻ പിരമിഡ് അല്ലെങ്കിൽ നമ്മളുടെ ഇവിടെ മൊബൈൽ ടവർ, അതെല്ലാം ആ ഒരു ഷേപ്പാണ്. അപ്പൊ മോണ്ടിസോറി ചെയ്തിരിക്കുന്നത് ഒരു യൂണിവേഴ്സിന്റെ, പ്രപഞ്ചത്തിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ, ചെറിയൊരു വേർഷനാണ് ഈ ക്ലാസ് റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് എന്തെല്ലാമാണോ യൂണിവേഴ്സിൽ പുറത്തുള്ള വേൾഡിൽ എന്തെല്ലാം ഉണ്ടോ അതിന്റെയൊക്കെ ഒരു മിനിയേച്ചർ വേർഷൻ ആണ് ക്ലാസ് റൂമിലെ മെറ്റീരിയൽസിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ മെറ്റീരിയൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടുതലും വുഡ് കൊണ്ടുള്ള മെറ്റീരിയൽസ് ആണ്. നല്ല ഫൈൻ വുഡ്, ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും ഓരോ സാധനങ്ങൾക്കും. അത്രയും ഫൈൻ വുഡ്, ഒരിക്കലും നശിച്ചു പോവാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ചെറിയ നഴ്സറി, ഞാനൊക്കെ നഴ്സറിയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് അന്ന് അംഗൻവാടിക്ക് പകരം ബാലവാടിയായിരുന്നു. അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പൊ ബാലവാടിയിൽ എന്തോ 1 വർഷമോ കണ്ട് പഠിച്ചിട്ട് നഴ്സറിയിൽ 2 വർഷം പഠിച്ച് അങ്ങനെ പിന്നെ 1ാം ക്ലാസ്സിലേക്ക് പോവുക ചെയ്തത്. ആ ഒരു സമയത്ത് KG ഒക്കെ, LKG UKG ഒക്കെ 1ഓ 2ഓ സ്കൂളുകളിൽ ഒരു ഏരിയയിലൊക്കെ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ തന്നെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ ആ ഒരു ഇതുണ്ട്, ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ അന്നൊന്നും അതില്ല. അപ്പൊ അങ്ങനെ ബാലവാടിയിൽ പഠിച്ചിട്ട് പിന്നെ ബാലവാടിയിലും ഈ നഴ്സറി സ്കൂളിലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവിടെ എല്ലാം വുഡ് കൊണ്ടുള്ള കുറെ ബ്ലോക്സും അങ്ങനെ കളിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വുഡൻ പീസസ് ആയിരുന്നു. അപ്പൊ നമുക്ക് അതിനോടൊക്കെ ഒരു രസം തോന്നും. കാരണം വെച്ചാൽ അതിനൊരു ഡീഫോർമേഷൻ സംഭവിക്കില്ലല്ലോ. പ്ലാസ്റ്റിക്കിന്റെ ഡോള് ചളുങ്ങിപ്പോവും. ഇപ്പൊ കടിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് കടിക്കും. അങ്ങനെയൊക്കെ ഡീഫോർമേഷൻ സംഭവിക്കും. പക്ഷെ ഈ വുഡൻ പീസസിന് ഒന്നും സംഭവിക്കില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കും. അടുത്തൊരു ബാച്ച് വരുമ്പോഴും എത്ര ബാച്ച് വരുമ്പോഴും അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു മെത്തേഡ്സ് ഒക്കെ അന്നും ഉപയോഗിച്ചിരുന്നു. സ്ലേറ്റുകളിലൊക്കെ മറ്റേ ബീഡ്സ് ഉള്ള സ്ലേറ്റ് ഉണ്ടായിരുന്നു. അബാക്കസ്, ആ ഒരു ബീഡ്സ് ഉള്ള സ്ലേറ്റ്, അതൊക്കെ മോണ്ടിസോറി മെറ്റീരിയൽ വരുന്നുണ്ട്. ബീഡുള്ള ഫ്രെയിം, അങ്ങനെയെല്ലാം നിങ്ങൾക്കത് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. നമുക്ക് ഇപ്പോഴേ ഒന്ന് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഓപ്പൺ ഇല്ല. നമുക്ക് കൗണ്ടിങ് പഠിപ്പിക്കാനേ, സ്കൂളിലൊക്കെ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൗണ്ടിങ് പഠിപ്പിക്കാൻ അതൊരു നല്ല സംഭവം. നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? ഞാൻ ഇല്ല മാം, കാണിച്ചിട്ടില്ല. നമുക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കമ്പി കിട്ടും. അതായത് ഈ ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ആൾക്കാര് ചിലപ്പോ കമ്പി യൂസ് ചെയ്യില്ലേ, അങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കമ്പി കിട്ടും. ആ കമ്പിയിലാണ് ഞാനിത് കോർത്തേക്കുന്നത്. ഞാനിപ്പോ വാങ്ങിച്ചിരിക്കുന്നത് ഒരു ഗോൾഡൻ യെല്ലോ കളറും ബീഡ്സ് കേട്ടോ. ഗോൾഡൻ യെല്ലോ കളറും പിങ്ക് കളറും ആയിട്ടുള്ള ബീഡാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഭയങ്കര കളർ, ഗ്രീൻ കിട്ടും, ഗ്രീൻ അവൈലബിൾ ആയിരിക്കും. എൻ്റെ ഈ 2 കളേഴ്സേ ഉള്ളൂ. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് സുഖമാ. ഈ കട്ടർ വെച്ചിട്ട് ഈ കമ്പി കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിന്, അല്ലെങ്കിൽ ഒരെൻഡ് ഇങ്ങനെ പതുക്കെ ഒന്ന് പിരിച്ചു വെക്കുക. നമ്മുടെ കൈ പോകരുത്, ആ രീതിയിൽ പിരിച്ചു വെക്കുക. അപ്പൊ ഇതിന്റെ ടിപ്പ് വരുന്ന ഭാഗത്ത് വേണമെങ്കിൽ നമുക്കൊരു മാസ്കിംഗ് ടേപ്പ് ഒക്കെ നമുക്ക് ഈ സൈഡിൽ ഒട്ടിച്ച് വെക്കുവാണെങ്കിൽ കുട്ടികൾ കയ്യിലെടുക്കുമ്പോൾ അത് ഇതാവില്ല. 2 സൈഡിലും മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുക. ഇതിപ്പോ ഞാൻ 9 ബീഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇച്ചിരി സ്പേസ് വേണം. അതായത് കുട്ടികൾക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്യാനായിട്ട്, ഇങ്ങനെ നീക്കാനായിട്ട് പറ്റണം. ആ രീതിയിൽ സ്പേസ് ആ കമ്പിയിൽ വേണം. അപ്പൊ ഇങ്ങനെ ബീഡ്സ് അതിലിടുക. അപ്പൊ 9 കൗണ്ട് ചെയ്യാനായിട്ട് ഇത് അവരെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് മറ്റേ എൻഡ് അത് വെറുതെ ഒന്ന് പിരിച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഒരു മാസ്കിംഗ് ടേപ്പും കൂടെ ഒട്ടിച്ചു, അല്ലെങ്കിൽ കയ്യിൽ കുത്തിക്കൊള്ളണ്ട. ആ രീതിയിൽ ഇങ്ങനെ കുറെ ബീഡ്സ്, യെല്ലോ കളറ് ടൈറ്റ് ആക്കി വെക്കരുത്. കാരണം ഈ ബീഡ് ഇങ്ങനെ മൂവ് ചെയ്യണം. ആ രീതിയിൽ ഇതിന്റെ ലെങ്ത് സെറ്റ് ചെയ്യണം. ഇപ്പൊ ഇതിന് എത്രയും ടൈറ്റ് അല്ല, ഇങ്ങനെ കൗണ്ട് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് പറ്റണം. കളർഫുൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബീഡ്. ഞാനിപ്പോ ഇതൊരു 7 years ആയതല്ലേ, ഇപ്പോഴും മീൻസ് ഇത് വീഡിയോയിൽ എനിക്കറിയില്ല, ഇതിനൊരു തിളക്കമുണ്ട്, ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട് 2 ബീഡിന്. ഇങ്ങനത്തെ ഗ്രീൻ കിട്ടുമായിരിക്കും, റെഡ് അവൈലബിൾ ആയിരിക്കും. ഞാൻ 2 കളറേ സെലക്ട് ചെയ്തുള്ളൂ.
അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സെറ്റ് എന്നല്ല, ഒരു 2 സെറ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കാം. അധികം വിലയൊന്നും ഉണ്ടാവില്ല ബീഡ്സിന്. എന്തായാലും കമ്പി എന്തായാലും 1 മീറ്ററോ 2 മീറ്ററിൽ കൂടുതലൊന്നും, അല്ല 1 മീറ്ററിൽ കുറവൊന്നും വാങ്ങിക്കാൻ ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. അപ്പൊ കമ്പി ഉള്ളതിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. ഇതൊരു മോണ്ടിസോറി മെറ്റീരിയൽ ആണ് കേട്ടോ. ശരിക്കും മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ഒരു മെറ്റീരിയൽ ആണ്. നമ്പേഴ്സും കൗണ്ടിങ്ങും പഠിക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ് ബീഡ് കൊണ്ടുള്ളത്. അപ്പൊ നമുക്ക് ലോ കോസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മോണ്ടിസോറി മെറ്റീരിയൽസ് നമ്മൾ ഉണ്ടാക്കുക. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് പറഞ്ഞിരുന്നോ ക്ലാസ്സിൽ? യെസ് മാം. അതും ചെയ്ത് വെക്കണം. അത് മോണ്ടിസോറി മെറ്റീരിയൽ ആണ്. അപ്പൊ പലർക്കും കുറച്ച് സാൻഡ് പേപ്പർ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഡൾ ആയിട്ടുള്ള കളറാണല്ലോ. ആ ഒരു കളറിലല്ലാണ്ട് വേറൊരു കളർ അവൈലബിൾ അല്ല. അപ്പോ പലരും ചോദിച്ചു ഈ ഗ്ലിറ്റർ പേപ്പർ, അതായത് ഫോം ഷീറ്റ് പോലത്തെ നല്ല കളറുള്ള ഫോം ഷീറ്റ് കിട്ടും, ഗ്ലിറ്റേഴ്സ് വരുന്ന ഫോം ഷീറ്റ്. ഫോം ഷീറ്റിൽ നിന്ന് ഗ്ലിറ്റർ അങ്ങനെ പൊളിഞ്ഞു പോവില്ല. കുറച്ചൊക്കെ ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നേ ഉള്ളൂ അതിന്റെ ഗ്ലിറ്റേഴ്സ്. അതില് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അതിൽ ചെയ്യാം, പക്ഷെ നമുക്ക് സാൻഡ് പേപ്പറിന്റെ റഫ്നെസ് കിട്ടില്ല. കുട്ടികളുടെ ഈ സ്മോൾ ഫിംഗേഴ്സ് ടച്ച് ചെയ്യുമ്പോൾ മസിൽസ് കൂടുതലൊന്ന് ആക്റ്റീവ് ആകാനായിട്ട് സാൻഡ് പേപ്പർ തന്നെയാണ് ശരിക്കും നല്ലത്. കാണാൻ ഭംഗി മറ്റേതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. എന്നാലും സാൻഡ് പേപ്പറും കൂടെ ഉണ്ടാക്കി വെക്കൂ. കാരണം നമുക്ക് ഈ മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം ഒന്നും വാങ്ങാൻ പറ്റില്ല, ഭയങ്കര കോസ്റ്റ്ലിയാ. മീൻസ് ഒരാൾക്ക് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അയാൾ പേഴ്സണലി വാങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമ്മൾ എല്ലാം കൂടെ ഒക്കെ വാങ്ങിച്ചു വരുമ്പോൾ ലാക്സിൽ വരും. ലാക്സ് അല്ലെങ്കിൽ തന്നെയും ഒരു 50,000 എന്തായാലും വരും. അപ്പോ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ ഉണ്ടാക്കി വെക്കുക. നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ ഈ പറഞ്ഞ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഉണ്ടാവും. ഇപ്പൊ KG-യിലൊക്കെ മോണ്ടിസോറിയുടെ ചെറിയൊരു ഇതും കൂടെ അഡാപ്റ്റ് ചെയ്തിട്ടാണ് ക്ലാസ്സസ് നടത്തുന്നത്. അപ്പൊ അവർ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ അവർ വാങ്ങിച്ചു വെക്കും. പിന്നെ പറ്റുമെങ്കിൽ ഒരു മോണ്ടിസോറി സ്കൂള് വിസിറ്റ് ചെയ്യും, അവരോട് പെർമിഷൻ ചോദിച്ചു അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പൊ ഈ മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റും. ജസ്റ്റ് ട്രൈ ദാറ്റ്. ഞാൻ ഇതിന്റെയും ഒരു ലിസ്റ്റ് തരാം, എന്തെല്ലാം ഉണ്ടാക്കണം, എന്തെല്ലാം സാധനങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ളതും കൂടെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് തരാം. സാൻഡ് പേപ്പർ എന്തായാലും ചെയ്യൂ. ഈ ബീഡ്സിന്റെ കൗണ്ടിങ് അത് 1 തുടങ്ങി 9, 10 വരെ ആകാം, അത് മതിയാകും. ഓക്കെ, അപ്പൊ മോണ്ടിസോറിയുടെ ഒരു യെസ് മാം ഞാനൊന്ന് ഇത് ചെയ്തിട്ടുണ്ടോ, ഒന്ന് കാണിക്കട്ടെ ഇതുപോലെയാണോ എന്ന്? കാണിക്കൂ. യെസ്, അതെ, കാണാവോ? ആ ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചു. അതിന് ഓരോന്നിനും ഓരോ വേർഡും അതിന്റെ പിക്ചറും ഉണ്ടല്ലേ? കാണാം. മതിയല്ലോ. മൊത്തം ആയില്ല, ജയവരെ ആയുള്ളൂ. കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, യെസ്. ഗുഡ്. നമ്മള് ലെറ്റേഴ്സ് ഒന്ന് നല്ലപോലെ പരിചയപ്പെടും. നമ്മുടെ ചില കൺഫ്യൂഷൻസ് മാറും ലെറ്റേഴ്സിനെ കുറിച്ച്, അല്ലേ? അതെ അതെ, ഇത് വെട്ടിയെടുക്കാൻ കുറച്ച് പാട് വന്നതേ ഉള്ളൂ, വേറെ കുഴപ്പമില്ലായിരുന്നു. ജയവരെ ആയിട്ടുള്ളൂ. ഒട്ടിച്ചിരിക്കുന്ന ചാർട്ട് പേപ്പറിലാണ്. അതിന്റെ ബാക്കിൽ കുറച്ച് വൃത്തിയാവാൻ വിലയിൽ ഒട്ടിച്ചോ, കാർഡ് ബോർഡിലെങ്ങാനും? ഇല്ല, ഞാൻ ഇതിന്റെ തന്നെ ഇങ്ങനെ ഓരോ ഷീറ്റ് പേപ്പറായിട്ട് ഇങ്ങനെ കിട്ടിയായിരുന്നേ. അതിനെ കട്ട് ചെയ്തതാ. ഒരു ഇച്ചിരി കട്ടുണ്ട്, നമ്മുടെ ചാർട്ട് പേപ്പറിനെക്കാട്ടി കുറച്ചുകൂടെ കട്ടിയുണ്ട്. ശരി, നന്നായിട്ടുണ്ട്. പിന്നെ ഐ വരെ ആയി. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. തുടക്കം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും, പിന്നെ അതങ്ങ് ശരിയാകും.
ഓക്കെ, സോ നെക്സ്റ്റ് മോണ്ടിസോറിയുടെ കുറെ ഒപ്പീനിയൻസ്, അവരുടെ ഒബ്സർവേഷൻസ്, അവർ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കുട്ടിയുടെ കാര്യങ്ങളെ കുറിച്ച്. ഓക്കെ, ആ ഒരു പാരഗ്രാഫ്, എ ന്യൂ വേൾഡ് ഫോർ ഹ്യൂമാനിറ്റി, അവിടെ വരെ ആരാ വായിക്കുക? Dr. Maria Montessori formally announced that the child must possess within him a predetermined pattern of physic unfolding which is not obvious at birth. She referred to them as the spiritual embryo. Montessori was of the view that for the physic pattern to reveal itself, two conditions must be satisfied. First, the environment to understand or come to terms with the limit of his universe. Second, he needs freedom to disclose himself. If these two conditions are absent, the psychic life of the child will not reach its potential and his personality will be retarded. Believing that the child has real constructive energy and unrecognized intellectual powers, Montessori emphasized the need to use this energy to generate a new world for humanity. യെസ്, അപ്പോ നമ്മൾ ആദ്യമേ പറഞ്ഞു ഈ വേൾഡ് വാർ എല്ലാം കണ്ട് അവർക്കത് മനസ്സിലായി, ഒരു ന്യൂ വേൾഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇനിയൊരു യുദ്ധമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ വേൾഡിലെ പീസും ഹാർമണിയും സെറ്റ് ചെയ്യണമെങ്കിൽ കുഞ്ഞു കുട്ടികളിൽ തുടങ്ങണം എന്നവർക്ക് മനസ്സിലായപ്പോഴാണല്ലോ അവർ ഈ മെത്തേഡ് ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഇവിടെ ഫിസിക് എന്നല്ല സൈക്കിക് എന്നാണ്. പക്ഷെ കുട്ടികളുടെ മെന്റൽ ഡെവലപ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുട്ടി അമ്മയുടെ വോംപില് വെച്ച് തന്നെ, ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഫിസിക്കൽ ചേഞ്ചസ് എല്ലാം വന്ന് ഫുൾ ഒരു ഫോമിലായി കഴിയുമ്പോഴാണ് ബർത്ത് ആവുന്നത്. ബട്ട് കുട്ടിയുടെ മെന്റൽ ഡെവലപ്മെന്റ് അപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ശരിയായ രീതിയിൽ. അതുകൊണ്ടാണ് ഉള്ളിലുണ്ടായിരുന്ന ഫിസിക്, അതിന്റെ എംബ്രിയോ അത് ഡെവലപ്പായി, ബട്ട് മെന്റൽ എംബ്രിയോ, അങ്ങനെ മെന്റൽ ഇത് സ്റ്റേറ്റ് എംബ്രിയോ ആയിട്ട് തന്നെ ഇരിക്കുക. അതാണ് സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത്. പിന്നെ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം കുട്ടികളുടെ ഡെവലപ്മെന്റ്. ഒന്നാവും വളരുന്ന ചുറ്റുപാട്. വളരുന്ന ചുറ്റുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ 3 ചുറ്റുപാടുകളുണ്ട്. ഫസ്റ്റ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അവന്റെ ഹോമാണ്, വീട്. സെക്കൻഡ് അവൻ ജീവിക്കുന്ന സൊസൈറ്റി. തേർഡ് വൺ ആണ് സ്കൂള്. ഈ 3 എൻവയോൺമെന്റും കുട്ടിയുടെ ഡെവലപ്മെന്റിന് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. 3 എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും അത് കുട്ടിയെ ബാധിക്കും. നല്ലൊരു ചുറ്റുപാടാണെങ്കിൽ അവന്റെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ തന്നെ പോകും, അല്ലെങ്കിൽ അത് ടഫായിരിക്കും. മോസ്റ്റ്ലി ഹോം അല്ലെങ്കിൽ സൊസൈറ്റി, ഈ എൻവയോൺമെന്റ് ഇഷ്യൂ ആകുന്ന ഒരു കുട്ടി സ്കൂളിലേക്ക് വരുമ്പോൾ പലപ്പോഴും ടീച്ചേഴ്സിന് കുട്ടികളിൽ വളരെ വ്യത്യാസമായിട്ട് തോന്നും. അപ്പൊ അവർക്ക് മനസ്സിലാവും കാര്യങ്ങൾ. അവിടെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയെ പറ്റി നല്ല പോലെ മനസ്സിലാക്കുന്ന ഒരു ടീച്ചർ ആണെങ്കിൽ കുട്ടിയുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കും. ഈ 3 എൻവയോൺമെന്റ്, അതിൽ നമ്മളിപ്പോ ഒരു ഒറ്റ കണ്ടീഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്, പക്ഷെ അവിടെ 3 എൻവയോൺമെന്റ് ഉണ്ട്. നമ്മൾ ചിന്തിച്ചറിയാം, വളരുന്ന വീട്, ജീവിക്കുന്ന ആ ഒരു സൊസൈറ്റി, ദെൻ പഠിക്കുന്ന സ്കൂള്. ഈ 3 കാര്യങ്ങളാണ് ഇവരുടെ ഡെവലപ്മെന്റിന്. അത് 3ഉം ശരിയാണെങ്കിൽ വേറെ ഒന്നും പേടിക്കണ്ട. പണ്ടത്തെ കാലഘട്ടത്തിലെ ഒരു കുട്ടി ഒരു സ്ഥലത്ത് കുറെ സമയം നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ നമ്മളെ ഒന്ന് അറിയിക്കും, ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തിരി ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ നാട്ടുകാരനെ ചോദിക്കും. നല്ല രീതിയിലുള്ളൊരു ചോദ്യം കേട്ടോ, അത് അങ്ങനത്തെ ഉദ്ദേശിച്ചത്. ഒരു കെയർ കൺസേൺ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ അവർക്ക് സമയമില്ല, ഇപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുന്നും ഉണ്ടാവില്ല പലപ്പോഴും. അങ്ങനെ പല ആ ലൈഫ് സ്റ്റൈല് മാറിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ ഈ എൻവയോൺമെന്റിന്റെ കേസിൽ അപ്പൊ എൻവയോൺമെന്റ് അതുപോലെ ആയിരിക്കണം. പിന്നെ കുട്ടിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അതിനെ അറസ്റ്റ് ചെയ്യുന്ന പോലെ, അതിന് തടസ്സം നിൽക്കുന്ന പോലെ ഉള്ള കാര്യങ്ങൾ വരുന്നത്. അവന് ഫ്രീഡം വേണം. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ് കേട്ടോ. ഫ്രീഡം ടു സ്പീക്ക്, ഫ്രീഡം ടു ഡു ഹിസ് വർക്ക്. വർക്ക് മീൻസ് ഇവിടെ ആക്ടിവിറ്റി ആകാം, ചിലപ്പോൾ പ്ലേ ആയിരിക്കാം, കളിക്കാനുള്ളതായിരിക്കാം. ബട്ട് അത് സെറ്റ് ചെയ്യണം നമ്മൾ, ഒരു വിത്തിൻ ദ ലിമിറ്റേഷൻസ്. അതാണ് വ്യത്യാസം. ഈ ഒരു ഫ്രീഡം ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്റെ ടെക്സ്റ്റ് ആണ്.
ഞാൻ വായിച്ചത് ഒരു പേജ് മാറ്റി. ഫ്രീഡം ടു മൂവ്, ഫ്രീഡം ടു സ്പീച്ച്, അങ്ങനെ കുറെ ഒരു ഫ്രീഡം, ബട്ട് ഓൾ വിത്തിൻ ദ ലിമിറ്റ്സ് എന്നുള്ളത് അതിന് കാണുവാണെങ്കിൽ പറയാം. നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത്. ഫ്രീഡം ഓഫ് ചോയ്സ്, അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം. പിന്നെ ഫ്രീഡം ടു സെറ്റ് പേസ്. പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം അവരൊരു ഭക്ഷണം കഴിക്കുക, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എത്ര നേരമായി അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഫുഡ് കഴിക്കാനുള്ള ടൈം. പിന്നെ അവരൊരു കളിച്ചുകൊണ്ടിരിക്കുക, അവിടെയും ചെന്ന് നമ്മള് അവർക്കൊരു തടസ്സം വരിക. എത്ര നേരമായി കളിക്കുന്നു, നിർത്ത്. ഞാൻ മൊബൈൽ കളി അതല്ലാട്ടോ ഉദ്ദേശിച്ചത്. അവരുടെ അവർക്ക് വളരാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് വരുന്ന ഗെയിംസ്. ഫോർ എക്സാമ്പിൾ ലൂഡോ, ചെസ്, സ്നേക്ക് ആൻഡ് ലാഡർ, അതൊക്കെ അവരിൽ നല്ല ഒരു ഡെവലപ്മെന്റ് വരുത്തും. പിന്നെ അവര് ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള ഗെയിംസ് എന്തെങ്കിലും കളിക്കുവാണെങ്കിൽ, അത് നമ്പേഴ്സ് വെച്ചിട്ടുള്ളത് കളിക്കുവാണെങ്കിൽ അവരൊരു ടൈം സെറ്റ് ചെയ്യുന്നു. ഇപ്പൊ സാധാരണ സ്കൂളുകളൊക്കെ ആണെങ്കിൽ എന്താ, ടീച്ചർ ഒരു ഹോംവർക്ക് കൊടുത്തു, എല്ലാ കുട്ടികളും ഒരേപോലെ ചെയ്ത് തരിക. ചിലര് പെട്ടെന്ന് ചെയ്ത് കഴിയും, ചിലര് ഇത് അല്ലെങ്കിൽ ക്ലാസ് വർക്കാന്ന് വിചാരിച്ചോ, ടീച്ചർ ഒരു വേഗാവ് സമയമില്ല ഇപ്പൊ ബെല്ലടിക്കും. അപ്പൊ അവിടെയും കുട്ടിക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതൊക്കെയാണ് കുട്ടികളുടെ ഫ്രീഡം ആയിട്ട് വരുന്നത്. ഈ ഫ്രീഡം അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് പറയുമ്പോഴേക്കും അവരുടെ പേഴ്സണാലിറ്റി അങ്ങ് നിന്ന് പോകും. അവരിൽ തന്നെ അത് ഡെവലപ്പായി വരില്ല. അവരുടെ സൈക്കിക് ലൈഫ്, അതായത് മെന്റൽ ഡെവലപ്മെന്റ് ലൈഫ് ശരിയായ പൊട്ടൻഷ്യലിൽ എത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടികൾ ശരിയായ അവരുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് അവരുടെ ബുദ്ധി, ഇന്റലക്ച്വൽ പവേഴ്സ് എല്ലാം യൂസ് ചെയ്ത് ആ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരു ന്യൂ വേൾഡ് ഓഫ് ഹ്യൂമാനിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടുന്ന കണ്ടീഷൻസ്, അവരുടെ എൻവയോൺമെന്റ് പ്രോപ്പർ ആയിരിക്കണം. ആ എൻവയോൺമെന്റ് തന്നെ നമ്മളിപ്പോ 3 പറഞ്ഞു: ഹോം, സൊസൈറ്റി, സ്കൂൾ. പിന്നെ ഫ്രീഡം, അവർക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള ഫ്രീഡം. ഈ 2 കണ്ടീഷൻസ് ആബ്സെന്റ് ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് കുട്ടിയുടെ ലൈഫിൽ വരില്ല എന്നാണ് പറയുന്നത്. നിങ്ങളൊരു മൂവി കണ്ടോന്നറിയില്ല, ഒരു കുട്ടി, ഒരു 6 വയസ്സുള്ള ഒരു കുട്ടി, 6 വയസ്സായിട്ടില്ല, ആ ഒരു ആൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുവാണ്. അപ്പൊ അവൻ ശരിക്കും നല്ല രീതിയിൽ സംസാരിച്ചൊക്കെ തുടങ്ങി, അവന്റെ കളികളും ഒക്കെ ആക്റ്റീവ് ആകുന്ന ഒരു വന്നൊരു പ്രായത്തിലാണ് ഇവനെ കിഡ്നാപ്പ് ചെയ്തത്. കിഡ്നാപ്പ് ചെയ്തിട്ട് ഭയങ്കര ഒരു ഇരുട്ട് റൂമിൽ ഇവനെ അടച്ചിട്ടിരിക്കുക. കിഡ്നാപ്പ് ചെയ്യുന്നത് കുട്ടികളില്ലാത്ത ഫ്രസ്ട്രേറ്റഡ് ആയ ഒരു ലേഡിയാണ് കിഡ്നാപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അടച്ചിട്ടു. അത് കഴിഞ്ഞു ആഫ്റ്റർ ഒരു 2 or 3 years കഴിയുമ്പോ ഈ കുട്ടി പുറത്തു വരുക. കുട്ടി ആകെ കാണുന്നത് ഈ ലേഡിയാണ്. അവര് ഭയങ്കര ആയിട്ട് കുട്ടി ഉപദ്രവിക്കുകയും ചെയ്യും. പിന്നെ കാണുന്ന സമയത്ത് വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. അപ്പൊ ഇവന്റെ ലാംഗ്വേജ് ഒക്കെ അങ്ങ് നിന്നു പോവുക. ഇവൻ പലതും സൈൻ ലാംഗ്വേജിലൂടെയാണ് പറയുന്നത്. ആ ലേഡി ഇവന്റെ മുമ്പിൽ സംസാരിക്കില്ല, മാസ്ക് ഒക്കെ ഇട്ടിട്ട് സൈൻ ലാംഗ്വേജിലൂടെയാണ് സംസാരിക്കുന്നത്. ഓരോന്നിനും ഓരോ സൈനാണ് കാണിക്കുന്നത്. പിന്നെ പലപ്പോഴും വയലൻസ് ആണ് കൂടുതലും. അവനെ ചിലപ്പോൾ അടിക്കും. അപ്പൊ ഇവൻ പുറത്തു വരുമ്പോ ഇവന്റെ ഉള്ളിൽ ഈ 2 കാര്യങ്ങളേ ഉള്ളൂ: സൈൻ ലാംഗ്വേജും ഇവനെ ഉപദ്രവിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവന്റെ റിയാക്ഷൻസ് മുഴുവനും അങ്ങനെയായി വരിക. ഇവൻ സംസാരിക്കുന്നില്ല, അവന്റെ വെർബലൊക്കെ അതൊക്കെ ലാംഗ്വേജ് എല്ലാം പോകുന്നതായിട്ട് കാണുന്നു. അപ്പൊ അവന്റെ ആ ഒരു എൻവയോൺമെന്റ് 2-3 years ആ ഒരു എൻവയോൺമെന്റിൽ ജീവിച്ചപ്പോൾ അവനെല്ലാം ഡെവലപ്മെന്റ് അറസ്റ്റഡ് ആയിപ്പോയി. അതാണ് പറയുന്നത്. ആ 2 കണ്ടീഷൻസ്, ഈ എൻവയോൺമെന്റും ഫ്രീഡവും നിന്നു പോകും. അവന് ഫ്രീഡവും ഇല്ലായിരുന്നു, പ്രോപ്പർ എൻവയോൺമെന്റും ഇല്ലായിരുന്നു. ഇവന്റെ പൊട്ടൻഷ്യല് താഴെ ലെവലിലേക്ക് പോയി, അവന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നില്ല. അപ്പൊ അതുണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ കുട്ടികൾ ഡെവലപ്പ് ആയിട്ട് വരുള്ളൂ. ഒരു ന്യൂ വേൾഡ് ഓഫ് ഹ്യൂമാനിറ്റി ഉണ്ടാവുകയുള്ളൂ എന്ന് അറിയാൻ മോണ്ടിസോറി പറയുന്നത്. സോ നെക്സ്റ്റ്, നിങ്ങൾ മൂവീസ് ഒന്നും കാണാറില്ലേ? യെസ് മാം, കാണാറുണ്ട്. കാണാറുണ്ട് മാം.
ഞങ്ങളുടെ ക്ലാസ് ടൈമില് ഞങ്ങളുടെ മാം ഞങ്ങളെ കൊണ്ട് മൂവിക്ക് പോകും. ലൈക്ക് എന്താ പറയാ, എന്റർടൈൻമെന്റ് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, ചില മെസ്സേജസ് നമ്മളുടെ ഈ ഒരു കോഴ്സ് റിലേറ്റഡ് ചില മെസ്സേജസ് ഒക്കെ വരുന്ന രീതിയിലുള്ള മൂവിക്കാണ് കൊണ്ടുപോകാറ്. അപ്പൊ ഞാനൊന്നും പോവാറില്ല. കാരണം വെച്ചാൽ ഞാൻ ഇത് സൺഡേ ആൻഡ് ഹോളിഡേ ബാച്ച് ആയിരുന്നു. എനിക്ക് ക്ലാസ് സൺഡേസിനും ഹോളിഡേസിനും മാത്രമേ ഉള്ളൂ. അപ്പൊ മൂവീസിന് ഞങ്ങളുടെ റെഗുലർ ബാച്ച് പിള്ളേരാണ് മാമിന്റെ കൂടെ മൂവിക്ക് പോകുന്നത്. അപ്പൊ മാം ഒന്ന് ഷെയർ ചെയ്യും ആ മൂവിയുടെ കാര്യങ്ങള്, നിങ്ങൾ എപ്പോഴും കാണണം. കാരണം ഞങ്ങൾക്ക് പോകാനുള്ള ടൈം കിട്ടില്ല. ആഴ്ചയിൽ ഒരു ദിവസം, പിന്നെ അവധി വരുമ്പോഴല്ലേ ക്ലാസ് ഉള്ളൂ. ക്ലാസ് പോവില്ല അത്രയും. അങ്ങനെ നമ്മൾ മൂവി കാണണം എന്നാ പറയാ. ചില മെസ്സേജസ് എല്ലാം ആ മൂവിയിൽ നിന്ന് കിട്ടും, ആ ഒരു രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്, മറിയ മോണ്ടിസോറിയുടെ ഇങ്ങനെ കുറെ ഒബ്സർവേഷൻസും അവരുടെ കുറെ റിസർച്ചും അനാലിസിസും ഒക്കെ കണ്ടപ്പോഴേക്കും അവരോട് ഈ മെത്തേഡ് കുട്ടികളില് നന്മ വരുന്ന രീതിയിൽ ഇത് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ് അവർക്ക് കോള് വരുവാണ്, അവർക്കൊരു ഇൻവിറ്റേഷൻ പോലെ വരുവാണ്, ഒരു റിക്വസ്റ്റ് വരുവാണ്. അതാണ് നെക്സ്റ്റ് വരുന്നത്. ആരാ അത് വായിക്കുന്നേ? എന്റെ പേര് പറഞ്ഞു. നമുക്ക് ആ ഒരു ടോപ്പിക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് നെക്സ്റ്റ് പേജിലേക്ക് ദ ചെയിൻ ഓഫ് സ്കൂൾസ് ഷീ സ്റ്റാർട്ടഡ് ഇൻ ഇറ്റലി എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അവിടെ വരെ ഒരാൾ വായിക്കുക. ബാക്കി ആരൊക്കെ രണ്ടുപേരാന്ന് ഞാൻ കണ്ടില്ലായിരുന്നു, നിങ്ങൾ തമ്മിൽ വായിച്ചു. Maria Montessori was requested by a building society to conduct a daycare center for some slum children at the place called San Lorenzo. So on the basis of her findings, Montessori started the school named Casa dei Bambini, meaning the house of children, in 1907. Though she centered on teaching the students ways to involve their own skill at the piece they set, a principle Montessori called spontaneous self-development or auto-education. This was the first school in the chain of school she started in Italy. Okay. സോ അങ്ങനെ ഇവരുടെ കുറെ കാര്യങ്ങളും ഒബ്സർവേഷനും ഇവരെന്തായാലും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നില്ല. ഇത് അവര് പലയിടത്തായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാകാം, പല കാര്യങ്ങളും പലരോടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകാം, മീറ്റിംഗ്സിൽ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ ഇങ്ങനെ വന്നപ്പോ പലപ്പോഴും ആളുകൾ അനുഭവിക്കുന്നത് ചില സോഷ്യൽ ലൈഫ് ഇച്ചിരി ലോ ലെവലായിട്ടുള്ളിടത്ത് നിന്ന് പല പല പ്രോബ്ലംസ് റൈസ് ചെയ്യാം, പല ക്രൈംസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ ഇതെല്ലാം നോക്കുന്നത് ചിലപ്പോ ആ ഏരിയയിലെ മേയറോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസ് എന്താണോ, പഞ്ചായത്ത് ആണെങ്കിൽ അങ്ങനെ. അപ്പൊ അന്നത്തെ കാലത്ത് എന്താണെന്ന് എനിക്കറിയില്ല, മേയർ ആയിരിക്കാം. യൂറോപ്യൻ കൺട്രീസിൽ കൂടുതൽ മേയർക്കാണ് അതിന്റെ ഒരു കൺട്രോൾ ഒക്കെ വരുന്നത്. സോ അവര് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത്, ഒരു സ്ലം ഏരിയയിൽ, അവർ ഒട്ടും പോഷ് ഏരിയയിലല്ല സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്, ഒരു സ്ലം ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അവര് ഫിസിക്കൽ ഹെൽത്ത് നോക്കിയാലും മെന്റൽ ഹെൽത്ത് നോക്കിയാലും എല്ലാം വീക്ക് ആയിട്ടുള്ള കുട്ടികളായിരുന്നു. അവർക്ക് സാൻ ലൊറൻസോ എന്നുള്ള സ്ഥലത്ത് ഇറ്റലിയില് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ സെന്റർ. കാരണം ഇവരുടെ പാരന്റ്സ് മേ ബി ഡെയിലി വേജസ് ജോലിക്ക് പോകുന്നവരായിരിക്കാം, കുട്ടികൾ ആരുടെയും ശ്രദ്ധയില്ലാതെ ആയിരിക്കാം ആ ഏരിയയിൽ കഴിയുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്കൂള്, ഒരു സൊസൈറ്റി പോലെ ബിൽഡ് ചെയ്യാനായിട്ട്, ഒരു ഡേ കെയർ സെന്റർ പോലെയോ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇവർക്കൊരു റിക്വസ്റ്റ് വന്നു. അപ്പൊ മോണ്ടിസോറി എന്നാ അവരവരുടെ ഫൈൻഡിങ്സ് എല്ലാം കണ്ടുപിടിച്ചിങ്ങനെ വെച്ചിരിക്കുകയല്ലേ. അവർ ഓൾറെഡി ഇത് സ്പെഷ്യൽ കിഡ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരുന്നു. സ്പെഷ്യൽ കിഡ്സിലാണ് ഇവർ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടി. അപ്പൊ അങ്ങനെ അവർ ആദ്യമായിട്ട് ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിന് കൊടുത്ത പേര് കാസ ഡി ബാംബിനി എന്നായിരുന്നു. അതിന്റെ മീനിങ് ഹൗസ് ഓഫ് ചിൽഡ്രൻ, ചിൽഡ്രൻസ് ഹൗസ് ഓഫ് ചിൽഡ്രൻ എന്നായിരുന്നു 1907. അവിടെ കുട്ടികളെ പഠിപ്പിച്ചു. എങ്ങനെയാണ്? കുട്ടികൾ തന്നെ ഓട്ടോ എഡ്യൂക്കേഷൻ, സെൽഫ് എഡ്യൂക്കേഷൻ. നമ്മുടെ മെത്തേഡും അത് തന്നെയാണ് കേട്ടോ, ഓട്ടോ എഡ്യൂക്കേഷൻ. മോണ്ടിസോറി ട്രെയിനീസ് ആകേണ്ടതും ഓട്ടോ എഡ്യൂക്കേഷനിലൂടെയാണ്. സോ അങ്ങനെ ഒരു സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ്, ആ ഒരു രീതിയിലുള്ള ഓട്ടോ എഡ്യൂക്കേഷൻ തന്നെ അവർ പഠിക്കണം. അവരവരുടെ സ്കിൽ ഉപയോഗിച്ച് തന്നെ പഠിക്കുക എന്നുള്ളൊരു മെത്തേഡാണ് മോണ്ടിസോറി അവിടെ ഇവോൾവ് ചെയ്തത്. ഇതായിരുന്നു ഫസ്റ്റ് സ്കൂൾ. ആ ഒരു മോണ്ടിസോറി മെത്തേഡിൽ വന്ന ഫസ്റ്റ് സ്കൂൾ ഇറ്റലിയിൽ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം അവർ സ്പെഷ്യൽ കുട്ടികളിൽ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അത് സ്കൂളല്ല, അവർ വർക്ക് ചെയ്ത ക്ലിനിക്കില് സ്പെഷ്യൽ കുട്ടികളിൽ അവർ ചെയ്യുമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ് ആർക്കെങ്കിലും വായിക്കാം. യെസ് പ്ലീസ്.
Through experimentation, she designed her method which drew the attention of the whole world. She was invited worldwide to demonstrate her method. In the end, this led to the establishment of many Montessori schools in different countries all around the world. Dr. Maria Montessori wrote a number of books on education, the discovery of child education for a new world, the secret of education, child training, the child's place and education, with reconstructions in education in Montessori method, the advanced Montessori method, etc. are some of their works. യെസ്. അപ്പോ ഈ മെത്തേഡ്സ് അവര് ഇറ്റലിയിൽ ആദ്യമായിട്ടൊരു സ്ലം ഏരിയയിലെ കാസാഡെ ബാംപിനി എന്നുള്ള സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം അപ്പോ അതില് ഭയങ്കര റിസൾട്ട് ഉണ്ടായി. കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിരുന്നു. എല്ലാവർക്കും അതൊന്ന് ശരിയാക്കി എടുക്കാൻ നോർമലി പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അതവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ റിസൾട്ട് വളരെ നല്ലതായിരുന്നു. അപ്പോ ഇത് ഹോൾ വേൾഡിന്റെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി. അങ്ങനെ പലയിടത്തേക്ക് ഇൻവിറ്റേഷൻ ചെല്ലുവാണ് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. 1907 ഫസ്റ്റ് സ്കൂൾ വരുന്നത്. അങ്ങനെ അവസാനം പലയിടത്തും വേൾഡ് വൈഡ് ആയിട്ട് തന്നെ അവരെല്ലായിടത്തും ട്രാവൽ ചെയ്തു. ഇന്ത്യയിലും വന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഗാന്ധിജിയെ കണ്ടു. നമ്മുടെ പല സ്കൂളുകളിലും ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാനായിട്ട്, അതായത് അംഗൻവാടികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിത് പഠിച്ചു കഴിഞ്ഞ് ചെല്ലുമ്പോൾ കുറെ ഇവിടെ അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ഡിഫറെന്റ് കൺട്രീസിൽ ഓൾ ഓവർ ദ വേൾഡ് ഈ സ്കൂൾസ് ഇപ്പൊ പലയിടത്തും ഉണ്ട് സ്കൂള്. നമുക്ക് നമ്മൾ താമസിക്കുന്ന ഏരിയയ്ക്ക് അടുത്ത് എവിടെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സെമി മോണ്ടിസോറി മെത്തേഡ്, കുറച്ചെങ്കിലും മോണ്ടിസോറി മെത്തേഡ് ഫോളോ ചെയ്തു. KG-യിലെല്ലാം ഇതാണ്. അതുകൊണ്ടാണ് പല സ്കൂളുകളിലും KG സെക്ഷനിൽ മോണ്ടിസോറി ടീച്ചേഴ്സിനെ പ്രിഫർ ചെയ്യുന്നത്. TTC-യെക്കാളും കൂടുതൽ മോണ്ടിസോറി കഴിഞ്ഞവരാണോ അവർ പ്രിഫർ ചെയ്യും. അത് കേട്ടാൽ തന്നെ അവർ വിളിക്കും. അങ്ങനെ നമ്മുടെ പല ബാച്ചിലെ കുട്ടികൾക്കും ജോലി ആയിട്ടുണ്ട്. മോണ്ടിസോറി ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ടീച്ചർമാര് ചിലപ്പോൾ ലീവിനൊക്കെ പോകുമ്പോൾ ലീവ് വേക്കൻസിയിൽ വരെ പേയ്മെന്റ് ആയിട്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ വിളിച്ചിട്ടുണ്ട്. കുറെ ബുക്സ് അവർ എഴുതിയിട്ടുണ്ട് ഇതിനെപ്പറ്റി. ദി ഡിസ്കവറി ഓഫ് ചൈൽഡ് എഡ്യൂക്കേഷൻ, സീക്രട്ട് ഓഫ് എഡ്യൂക്കേഷൻ, ചൈൽഡ് ട്രെയിനിങ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു അബ്സ്ട്രാക്ട്, ചെറിയൊരു ബ്രീഫിംഗ് കിട്ടും, വായിക്കാനായിട്ട് കിട്ടും. എല്ലാ ബുക്കും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ചിലത് ചിലപ്പം ഓൺലൈനായിട്ട് വായിക്കാനായിട്ട് പറ്റും. ചിലതിന്റെ കുറച്ചൊരു പോർഷൻ ഒക്കെ വായിക്കാനായിട്ട് പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക. സമയം കിട്ടുമ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് വായിച്ചു നോക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ പല ഇടത്തും ഇതുപോലത്തെ സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്തു. അത് ആണ് ഇവരെ ഫേമസ് ആക്കിയതും ഇവരുടെ സർനെയിം തന്നെ ആ മെത്തേഡ് ഇട്ടത്. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് സർനെയിം ഇട്ടത്. നമ്മൾ ലാസ്റ്റ് റെക്കോർഡ്, അപ്പാരറ്റസ് റെക്കോർഡ് നമ്മൾ ക്ലാസ്സിൽ ഇരുന്നായിരിക്കും എഴുതുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ റെക്കോർഡിൽ കൂടുതലായിട്ട് എഴുതുന്നത് മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ്. ഈ ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചാണ്. അതിനു മുമ്പ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ചും എഴുതണം, മറിയ മോണ്ടിസോറിയെ കുറിച്ച് എഴുതണം. കാരണം അവരാണല്ലോ മെത്തേഡ് ഡിസൈൻ ചെയ്തത്, അവരാണ് ആ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തത്. അപ്പൊ ആ മെറ്റീരിയൽസിനെ കുറിച്ച് എഴുതുന്നതിന് മുമ്പ് അവരെ പറ്റി നമ്മൾ എഴുതേണ്ടതുണ്ട്. അതൊക്കെ പ്രിപ്പയർ ആയി വരിക. അത് നമ്മൾ മോഡ്യൂൾ 3 എടുക്കുമ്പോഴാട്ടോ ലാസ്റ്റ് റെക്കോർഡ് നമ്മൾ ക്ലാസ്സിലിരുന്നാ എഴുതുന്നത്. അത് എന്നാലേ നമുക്ക് തീരുള്ളൂ. ക്ലാസ്സിലിരുന്ന് ആക്ടിവിറ്റി നമ്മൾ ചെയ്ത മെറ്റീരിയൽസ് വെച്ച് ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം നമ്മൾ ഇത് റെക്കോർഡും ഒപ്പം എഴുതി പോകണം. അപ്പൊ ഫസ്റ്റ് ബാച്ചിന് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുക. ഓക്കെ, ദെൻ അതിന്റെ PM സൈൻ ഔട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പെട്ടെന്ന് നിർത്തുന്നത് വേറൊന്നുമല്ല. ട്യൂസ്ഡേ എനിക്ക് 11 മണിക്ക് ക്ലാസ് ഉണ്ട്. യെസ് പ്ലീസ്, എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഡൗട്ട്സ്, എനി ഡൗട്ട്സ്? So select 2 class leaders and do just lead the class and support others and support yourself also. നിങ്ങളുടെ കാര്യം നോക്കണോ? സോ അങ്ങനെയൊക്കെ ചെയ്യാം. നെക്സ്റ്റ് അങ്ങനെ എല്ലാവരിലും ഈ ഒരു റോള് ചെല്ലണം, ലീഡേഴ്സ് എന്നുള്ളത്. മാം സൈൻ ഔട്ട് ചെയ്യട്ടെ? സഹദു തന്നെയാണ് സൈൻ ഔട്ടും ചെയ്യുന്നത്. ഓക്കെ, വേറെ ആരും ഇല്ലെങ്കിൽ സഹദുനേക്ക് ചെയ്യാം. അതിനുണ്ടോന്നൊന്ന് ചോദിക്കേ. ആരെങ്കിലും ചെയ്തോട്ടോ. ഒറ്റ ക്ലാസ്സിലും ടീച്ചർ പറയുമ്പോ ആരും ചെയ്യണ കണ്ടില്ല. അപ്പൊ ഇന്ന് ചെയ്യണമല്ലോ എന്നൊരു ഇത് എനിക്കറിയാൻ പാടില്ല. അതാണ് ഏറ്റവും നല്ലത്. ക്രിയേറ്റീവ് ആവുമല്ലേ. നമ്മൾ അറിയുന്ന സാധനം ചെയ്യുന്നതിനേക്കാൾ അറിയാത്ത സാധനം നമ്മൾ ചെയ്യുമ്പോഴല്ലേ ക്രിയേറ്റീവ് ആവും. ചെയ്തു.
എല്ലാരും ചിലപ്പോ ചിരിക്കണ്ടാവും കേട്ടിട്ട്, ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് ഓർത്താ അവർക്കൊന്നും ചെയ്തൂടെ? അതാണ്. അവരൊന്നും അവസരങ്ങൾ ഉപയോഗിക്കുന്നില്ല സഹോദരന. നമ്മൾ അവസരം കിട്ടിയ അപ്പൊ ഉപയോഗിക്കണം. എനിക്കാണെങ്കിൽ അറിയാനും പാടൂല. TV ഒന്നും കാണാറില്ലേ? സൈൻ ഔട്ട് ചെയ്തൊക്കെ പോകുന്നത്. TV ഒക്കെ കാണാറുണ്ട്. TV ഇല്ല, ഞാൻ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ കാണുള്ളൂ. ഇത് ചിലർ ആങ്കർ ചെയ്യില്ലേ, എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ആങ്കർ ചെയ്യുമ്പോൾ. നമ്മുടെ സ്കൂളിൽ കുട്ടികളൊക്കെ ആങ്കർ ചെയ്യുമ്പോഴേക്കും ദിസ് ഇസ് മീ സൈനിങ് ഓഫ്, സൈൻ ഔട്ട് തന്നെ സൈൻ ഓഫ് തന്നെയാണ്, സൈനിങ് ഓഫ്, ഹാവ് എ ഗുഡ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ് ചെയ്തിട്ടൊരു പോക്കുണ്ടല്ലോ അവരുടേതായ ഒരു സ്റ്റൈലിലൊക്കെ ഇങ്ങനെ കൈയൊക്കെ കാണിച്ചു. അത് വീഡിയോ ഓൺ ചെയ്യണം. ഇവിടെ വീഡിയോ ഓൺ ചെയ്യാതെ സൈനിനും സൈൻ ഔട്ടും. ഞാൻ പ്രിപ്പയർ ചെയ്താണ് പറയാ. അത് നടക്കട്ടെ, സമയം വേണ്ട നമുക്ക്. Thanks to the teacher who took the class for us. I will stop by thanking everyone who participated in the class. Signing off, Sahadura. Thank you. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ആള് എന്തോ എന്താ പറഞ്ഞു, ആരോ എന്താ പറഞ്ഞോളൂ. ടീച്ചർ. ഓക്കെ, താങ്ക് യു ടീച്ചർ. Thank you, teacher. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am.